പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അന്ധകാഴ്ച നൽകിയവനെ, കർത്താവ് ചീടനക്കേട് നൽകിയവനെ, കർത്താവ് ഊമന സംഭാഷണം നൽകിയവനെ, കർത്താവ് മഹോരോഗപ്പെടുത്തിയവനെ, കർത്താവ് തലവാരോഗപ്പെടുത്തിയവനെ, കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവ് കാനയിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി 50,000 പേർ കൊണ്ട് തീറ്റിപ്പൂറ്റിയവനെ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ. അങ്ങയുടെ ആ സ്നേഹം ഇപ്പോൾ ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെ നീ കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശോ ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടിച്ചു നിൽക്കരുത്. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ഗുണമായാലും
ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കും, എന്നൊക്കെ മനുഷ്യർ ഓർക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാടെ കിട്ടുന്നത് ഒറ്റ കാര്യമാണ്. എന്താണത്? ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്ന് ആയിരക്കണക്കിന് വചനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണൊരു സാധനമുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാടെ 3 അക്ഷരമേ ഉള്ളൂ. എന്താണത്? മഹത്വം എന്ന് പറയും. അത് ആന ചരിഞ്ഞാലും 10,000, ആന നിന്നാലും 10,000 എന്ന് പണ്ട് പറയത്തില്ലേ? പണ്ട് ആനക്ക് 10,000 വില ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾ അടക്കിയ ഒരു അനുഭവമാണ്. ആന നിന്നാലും 10,000, ചെരിഞ്ഞാലും 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ. നിന്നാൽ എന്താ? ആനയെക്കൂടെ പണിയെടുപ്പിക്കാമല്ലോ, അങ്ങനെ ആൾക്ക് പൈസ ഉണ്ടാക്കാം. ചെരിഞ്ഞാൽ എന്താ? ആന കൊമ്പ് കിട്ടും. ചെരിഞ്ഞു വെച്ചാൽ ആന ചത്തു കഴിഞ്ഞാൽ ആന കൊമ്പ് കിട്ടും. അത് ഭയങ്കര ഇത്രയും വില ഉണ്ടായിരുന്നു. അതാണ് ആന നിന്നാലും 10,000, ചെരിഞ്ഞാലും 10,000 എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക് ദൈവത്തിന് മഹത്വം കിട്ടും, വിജയിച്ചാലും മഹത്വം കിട്ടും. അതറിയണമെങ്കിൽ ഇപ്പം ഞാനെന്താ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നറിയാം. ഇപ്പം ലാസറിൻ്റെ വിഷയമില്ലേ? സുവിശേഷത്തിൽ ലാസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസർ ക്ഷീണിതനായെന്ന് പറയുമ്പോൾ ഈശോ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യണത്? അയാൾ മരിച്ചു പോകുന്ന ഈശോയ്ക്ക് അറിയാം. പക്ഷെ അതിനെ റെസ്പോണ്ട് ചെയ്യണത് അയാൾ മരിച്ചു പോകുന്നല്ല റെസ്പോണ്ട് ചെയ്യണം, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. മരണമാണ് സംഭവിച്ചത്, പക്ഷെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണത്. എന്താ പറയണത്? യോഹന്നാൻ 11:4 അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ലാസ്റ്ററിന്റെ മരണമാണ് ഒരു ഇൻസിഡന്റ്. അത് സംഭവിക്കുകയാണ്. അപ്പോൾ ഓൾ ഓൺ എ സഡൻ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈശോ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ച് എന്താണ്? ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതാണ്. പിതാവായ ദൈവവും അവനിൽ മഹത്വപ്പെടും. ഇപ്പോൾ 2 മഹത്വമാണ് ഈ വിഷയം കൊണ്ട്. ഒന്ന് പിതാവ് മഹത്വപ്പെടും, രണ്ടാമത് പിതാവിൻ്റെ മഹത്വത്താൽ പുത്രന് മഹത്വപ്പെടും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് കിട്ടേണ്ട ഇത് മാത്രമേ ഉള്ളൂ, അതായത് മഹത്വം. അതുകൊണ്ടാണ് ഈ വിഗ്നേസ് ലയോളയൊക്കെ ഉണ്ടല്ലോ, അവരെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതണത്? ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? വിഗ്നേസ് ലയോളായോ എഴുതുമായിരുന്നു കത്തിൻ്റെ മുകളിൽ. ഇപ്പം നമ്മൾ JMJ എന്ന് എഴുതത്തില്ലേ, അതിന് അവരെഴുതിക്കൊണ്ടിരുന്നത് ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് വിഗ്നേസ് ലയോളാണ് തുടങ്ങി വെച്ചത്. ഫ്രാൻസിസ് സേവർ അത് കണ്ടുപിടിച്ചിട്ട് ഫ്രാൻസിസ് സേവരുടെ കത്തുകളിലും എല്ലാം ഉണ്ട്. എന്താണ്? ഫോർ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീവിതത്തിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അവരവരെ പരാജയമായിട്ട് കാണുന്നില്ല ഈ വിഷയത്തെ. അപ്പോൾ അതാണ് ദൈവഹിതമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിച്ചതിൻ്റെ പേരിൽ ദൈവം മഹത്വപ്പെടുന്നു, ദൈവത്തിൻ്റെ വചനം മഹത്വപ്പെടുന്നു, പിതാവ് ദൈവം മഹത്വപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുത്രനായ ദൈവവും മഹത്വപ്പെടും. അപ്പം ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാകണം. നിർഭാഗ്യവശാലേ നമ്മൾക്ക് ഈ കാറ്റക്കിസം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. നിർഭാഗ്യവശാലെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതായത് നമ്മൾ ഇപ്പോഴല്ല പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം സുവിശേഷം എടുത്തിട്ട് അതിൻ്റെ ക്യാപ്സൂളാണ് നമുക്ക്, അതിൻ്റെ ജിസ്റ്റ് കടഞ്ഞെടുത്തിട്ട് ക്യാപ്സൂളായിട്ട് തരും. അത് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് നമുക്ക് പിള്ളേർക്ക് കുഴപ്പമില്ല, പിള്ളേർക്ക് അത് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യ കുർബാനയ്ക്ക് പഠിക്കാം,
പക്ഷേ പിന്നീട് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ മൊത്തം ജിസ്റ്റാണ് നമ്മൾ എടുത്തിട്ട് സുവിശേഷത്തിൻ്റെ മുഴുവനുമാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. സുവിശേഷം അതേപടിയാണ്. അല്ലാതെ എൻ്റെ ഒരു ഡോക്ടറിന ക്രിസ്തവ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടത്തെ ഫ്രാൻസിസ് സേവ്യറിൻ്റെയൊക്കെ പുസ്തകമില്ലേ, ഹെൻറിക്കസിൻ്റെ. അപ്പോൾ അത് നമ്മൾ അനുസരിക്കുക എന്ന്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്നുള്ള റെസ്പോണ്ട് അതാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ അനുസരിക്കുകയല്ല, ശരിക്കും ദൈവത്തെ അനുഭവിക്കുകയാണ് പറയണത്. സുവിശേഷത്തെ വിശ്വസിക്കുക, അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നില്ലേ. ആ സുവിശേഷം അനുഭവിക്കുക എന്ന് പറയുമ്പോഴാണ് ഈ അനുതാപം അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കാറ്റഗിസം ഒരു മുതിർന്നവരുടെ കാറ്റഗിസം ആ ലെവലിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യണ പബ്ലിക് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് സുവിശേഷത്തെ നിങ്ങളുടെ ശ്രദ്ധിച്ച ഇവിടെ ധ്യാനം ശ്രദ്ധിച്ചില്ലേ. അതിനകത്ത് ഇങ്ങനെ ക്യാപ്സ് കൊടുക്കത്തില്ല, മറിച്ച് അപ്ലൈഡ് ബിബ്ലിക്കൽ തിയോളജിയാണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ജീവിതത്തിൽ അതൊരു ഡോക്യുമാറ്റിക്കായിട്ട് നിൽക്കത്തില്ല, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ജീസസ് ഏതാണ്ട് അതുപോലെയാണ്. മോശമായ അനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് മോശം സംഭവിച്ചല്ല, അയ്യോടാ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അല്ലേ. ഇപ്പോൾ ലാസർ മരിച്ചു, ഈശോടാ എന്ത് ചെയ്യും എന്നല്ല പറയണത്. എന്താണ് ഇത്? ദൈവം മഹത്വപ്പെടാനുള്ള സമയമാണ്. പിതാവ് ദൈവവും അവനിൽ മഹത്വപ്പെടുന്നു. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഈശോ അതാണ് പ്രാർത്ഥിച്ചത്. നെഗറ്റീവ് സംഭവിക്കുമ്പോൾ ആ വചനെടുത്ത് യോഹന്നാൻ 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഒക്കെ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രെയർ? എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം ആ പ്രെയറിന് പെട്ടെന്ന് റെസ്പോണ്ടിങ് ആണ്. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണ പോലെ നടക്കണില്ലെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത്. ഏതാണ്? യോഹന്നാൻ 12:28. എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ പുഷ്കലമായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. ദേശക്കുട്ടിയുടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി, പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവന് പരീക്ഷ പൊട്ടിപ്പോയി. അവൻ എഴുതി വിട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല. അവൻ പഠിച്ചതൊന്നുമല്ല വരണത്, വന്നതെല്ലാം പഠിക്കാത്തതാണ്, എഴുതെല്ലാം തെറ്റാണ്. അപ്പോൾ അവൻ വിളിക്കും, എൻ്റെ പൊന്നമ്മ. അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് എങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കും, എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ, എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റെന്ന് പറയും. ഉടനെ ത്രേസി കൂടി പറയും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ പരീക്ഷയാണ്. മകൻ ഇങ്ങനെ വിളിച്ച് പറയണം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം. എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയണത്. എന്താ കാര്യം? അവിടെ കപ്പാസിറ്റി അതാണ്. അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന്. മരിച്ചുയർത്തുന്നവനാണ് വിശ്വസിക്കുന്നത്. ഏത് മരണത്തിൽ നിന്ന് ജയിക്കുമെന്നറിയാം. അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് 68% മാർക്ക് മേടിച്ച്. തെസിക്കുരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, കർത്താവിൻ്റെ ഉപമകൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനെ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് പറയണത്, ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ്. അപ്പോൾ ആ ഉപമയുടെ പ്രശ്നം, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബൈബിൾ അതിനെ ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻറ്റഡ് ആണ്. അത് ഒരു സിംഗിൾ പേഴ്സൺ ഓറിയൻറ്റഡ് ആയിട്ടാണ് അത് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ, റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഉൾക്കാഴ്ച കിട്ടുന്നത്. എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ 5 താലന്ത് കൊടുത്തിരിക്കുന്നതും, ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം 2 താലന്ത് കൊടുത്തിരിക്കുന്നതും, ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം 1 താലന്ത് കൊടുത്തിരിക്കുന്നതും, വേറെ വ്യക്തിക്കല്ല, ഒരു വ്യക്തിക്ക്. അപ്പോൾ ദൈവം ആരോടും, ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത്, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. അതാണ് കർത്താവിൻ്റെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ നിങ്ങൾ ഓർക്കും, 5 താലന്ത് കിട്ടിയാൽ ശരിയല്ലേ നിങ്ങൾ പറയണത്? അപ്പോൾ അത് ശരിയാണല്ലേ, അയാളെ കുഴിച്ചിട്ടല്ലേ എന്താ തെറ്റിരിക്കണത്? അയാൾക്ക് 1 കൊടുത്തോളൂ, അയാൾക്ക് ദൈവത്തിന് 5 കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആ ഉപമ കേൾക്കുമ്പോൾ എന്ത് തോന്നും? ദൈവം ആ മനുഷ്യൻ 1 താലന്ത് കിട്ടിയവൻ അവൻ കുടിച്ചിട്ട് അവന് 5 താലന്ത് കൊടുക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
അവരിൽ 5 മറ്റവർ 2 ഇവർ 1 കൊടുത്തുകൊണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അവരുടെ കിടപ്പ് വെച്ചാൽ അതിൻ്റെ കോമൺ പ്രിൻസിപ്പിളിൽ കിടക്കുന്നത് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ദൈവം എല്ലാവർക്കും കൊടുത്തു, അവരെല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണത്. എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മൾ അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാകും. വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് 5, ഒരു വ്യക്തിക്ക് 3, ഒരു വ്യക്തിക്ക് 2, ഒരു വ്യക്തിക്ക് 1 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും. ഇതങ്ങനെയല്ല. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല, നീ എന്നോട് ഒരു ധനാർക്ക് സംഭവിച്ചതല്ലേ വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ദൈവം ഒരു താലന്ത് കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ത്രേസ്യക്കുട്ടി ചേർത്തെന്ന് എഴുതാം. ത്രേസ്യക്കുട്ടിക്ക് ചില കാര്യത്തിൽ 5 താലന്ത് കിട്ടിയിട്ടുണ്ട്, ചില കാര്യത്തിൽ ത്രേസ്യക്ക് 2 താലന്ത് കിട്ടിയിട്ടുള്ളത്, ചില കാര്യത്തിന് ത്രേസ്യക്കുട്ടിക്ക് 1 താലന്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണത്. ത്രേസ്യക്കുട്ടിക്ക് 5 താലന്ത് കിട്ടിയത് എവിടെയാണ്? അവരൊരു സീനിയർ നേഴ്സാണ്, ആവശ്യത്തിന് ശമ്പളം കിട്ടും, അവർക്ക് ജോലിയുണ്ട്, അതിന് 5 താലന്താണ്. ആ മേഖല ഒക്കെ അല്ലേ? 5 താലന്തുണ്ട് അവിടെ. രണ്ടാമത്തെ മേഖല 2 താലന്തുണ്ട്, അവർക്ക് 2 ആമക്കളുണ്ട്. പെൺമക്കളെ ഇത് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്, 2 താലന്താണ്. പക്ഷേ ഒരു കാര്യത്തിന് അവർക്ക് 1 താലന്തേ ഉള്ളൂ. എന്താ കാര്യം? 2 മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചുപോയി. ഉണ്ടാ, അവിടെ 1 താലന്തേ ഉള്ളവർക്ക്. പിടിയിട്ടില്ല, സമയം പിടിയിട്ടില്ലേ? അത് ഈ താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തേക്കാൾ ഉപരി വിഷയാടിസ്ഥാനമാണ്. അതിപ്പോൾ സർവ്വജനീനമാകും. ത്രേസ്യക്കുട്ടിക്ക് ജോലിയുണ്ടെന്നുള്ളത് 5 താലന്താണ്. ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, അതിൻ്റെ DA അതിൻ്റെ മേടിച്ച് പോകല്ല. അതിൻ്റെ ഇടയ്ക്ക് വിശേഷ വിധിയായി ആ 5 താലന്ത് വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നു. ആ പ്രൊഫഷൻ എടുത്ത് ഒരുത്തൻ തെങ്ങേന്ന് വീണിട്ട് ചെന്ന് അവിടെ തെങ്ങേന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ ത്രേസ്യക്കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന്. അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങേന്ന് വീണൻ്റെ വായിൽ നിന്ന് ചോരയാണ് വന്നത്. അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രമാണം ചൊല്ലിയിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. എന്തിനാണ് ഡോക്ടറിനെ അറിയിക്കണത്? ഒരാൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതി കണ്ടില്ലേ? തെങ്ങേന്ന് വീണൻ്റെ വായിൽ നിന്ന് ചോര വന്നത്, അവന് ബോധമില്ല. അവനെ ഡോക്ടറിനെ കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി കർത്താവിനെ ഉടമസ്ഥപ്പെടുത്തുക. അവനെ വിശ്വപ്രമാണം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം പ്രയോഗിക്കുകയാണ്. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ. ആൾക്കാർ അതൊരു 30% മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആസ്തിയാണ് പ്രശ്നം. ഒരു ആസ്തി ഭദ്രതയ്ക്ക് പ്രാർത്ഥന അത്ര കണ്ട് സഹായകമല്ല. ആ 30% പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ, വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം, അത് പ്രവൃത്തിയാണ്. വിശ്വാസത്തെ സാധൂകരിക്കണതും നീതീകരിക്കണതും എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം, പിന്നെ എന്താണ്? പ്രവൃത്തിയിലൂടെ ചെയ്യാം. ത്രേസ്യക്കുട്ടി പ്രവൃത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ്. പിന്നെ എന്താണ്? ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തുനിന്നൊക്കെ ചെയ്യാൻ പറ്റും, പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഉടമ്പടി വരുമ്പോൾ എംപവറിങ്ങിന് വേറെ ഒരു സൊല്യൂഷൻ, വേറെ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. ഇതാണ് ഫുൾ ഓപ്ഷനായിട്ട് വരണത്. എന്തുകൊണ്ടാണ് കവനൻ്റ് ഫുൾ ഓപ്ഷൻ ആകാൻ കാരണം? വിശ്വാസത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഒന്ന്, വിശ്വാസം പ്രാർത്ഥിക്കുന്നു, വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പിന്നെ എന്താണ്? വിശ്വാസം പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗങ്ങൾ ഒരു പക്ഷേ സഭയിലെ സാർവജനീനമായിട്ടല്ല. കാര്യം വിശ്വാസം പ്രയോഗിക്കണമെങ്കിൽ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഒരു ഹൃദയതാളമായിട്ട് മാറണം. ഇത് വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചതാണ്, കാണാതെ പഠിച്ചതാണ്, എന്നാൽ കാഴ്ചയൊക്കെയെന്ന് പറഞ്ഞാൽ സംഭവം ഏക്കത്തില്ല. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചങ്ക കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ. പക്ഷേ അതുപോലെ നീ വിശ്വാസത്തിലേക്ക് വരണം. ചില ആൾക്കാർ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. വട്ടം കണ്ട് ചൊടിഞ്ഞു പോയ കല്ലുപ്പറമ്പ് വള്ളത്തെ ഞാൻ വിശ്വാസ പ്രമാണം എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നിന്നുകൊണ്ട് ഈ ലോകം വിട്ട് കൊന്തം പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചാടിച്ചെടുത്തിട്ട് 1ാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണമാണ്, എനിക്കറിയാം വിശ്വാസ പ്രമാണം എന്താണെന്ന്. വിശ്വാസ പ്രമാണം എല്ലാവരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ഉണ്ടേ. പക്ഷേ വിശ്വാസ പ്രമാണം നമുക്ക് AK-47 നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അതിൻ്റെ കാര്യമില്ല. അത് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. അല്ല തോക്കമെടുത്ത് വീട്ടിൽ വെച്ചിട്ട് എന്താ കാണിക്കാൻ? അത് ഇതുപോലെ വിശ്വാസ പ്രമാണം കാറ്റഗറിയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ കൃപാസന പുസ്തകത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം എന്ന് പറയണത് ചങ്കിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്ന മുമ്പ് എന്ത് ചെയ്യണം? ദൈവം
അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെങ്കിൽ അവൻ്റെ ഉയർപ്പ് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. യേശു നാമത്തിൽ കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഒരു വിളക്കാണെങ്കിൽ, വിശ്വാസം ഒരു വിളക്കാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ എണ്ണ വിളക്ക് വെറുതെ കത്തത്തില്ല. എന്ത് വേണം? എണ്ണ വേണം. എണ്ണ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ 120 ക്ലാസ്സാണ് വിശ്വാസപ്രമാണം ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും. എന്നിട്ട് ഓരോ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പുറത്തിറങ്ങുമ്പോഴേ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം അവർ പഠിപ്പിച്ചിട്ടില്ല. അവർ വിശ്വാസത്തിൻ്റെ വിചാര മേഖലയാണ് പഠിപ്പിച്ചത്. വിശ്വാസത്തിനൊരു വികാര മേഖലയുണ്ട്. അത് നീയും നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതും തമ്മിലുള്ള നിന്റെ ആത്മബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ഈ പ്രാർത്ഥന നമ്മൾക്ക് മുറിയുടെ അകത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. വിശ്വാസം നമുക്ക് മുറിയുടെ അകത്തിരുന്ന് വിശ്വസിച്ചാൽ അത്ര കണ്ട് ഏക്കത്തില്ല. മനസ്സിലായി? വ്യത്യാസമുണ്ട്. വിശ്വാസം പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മുറിയുടെ അകത്തിരുന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസത്തിന് 10 മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടാകണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയും. ശ്രദ്ധിക്കട്ടെ. മനുഷ്യരെ കാണുമ്പോൾ നിനക്ക് ത്രില്ലടിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള. മനസ്സിലായില്ലേ? അത് നമ്മുടെ ആസ്തി ഭദ്രതയായിട്ട് മാറും. ഇപ്പം ഞാൻ തന്നെ നേരത്തെ കല്ലുപ്പറപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ വിശ്വാസം എപ്പോഴും കത്തണത്, നല്ലവണ്ണം കത്തണത് സമൂഹത്തിലാണ് കത്തണത്. ശരിക്കും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. വിശ്വസിക്കണത് കർത്താവ് പറഞ്ഞു. മത്തായി 10:32. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞേ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിലാണ് ഏറ്റുപറയാൻ ഏറ്റവും പാട്. കയറിപ്പറ്റാൻ പാടായത് അവിടെ കയറിപ്പറ്റാൻ പാടായത് കൊണ്ടാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടന് കുറേ ആൾക്കാരെ ദൈവം ഇങ്ങനെ വിളിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ദൈവം തള്ളിക്കളയും. അനന്തരം രാജാവ് തൻ്റെ ഇടതുവശത്തുള്ളവരോട് എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. മത്തായി 25:41. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും. വലത് ഇടത് നോക്കിയിട്ട് മാത്രമേ, ഭൂമി മാത്രമല്ല, വലത് ഇടത് നോക്കണം. മുകളിലുണ്ട് വലത് ഇടത് നോക്കുക. വലത് ഇടത് നോക്കിയിട്ട് മാത്രമേ പിതാവിൻ്റെ അടുത്ത് പോകാൻ പറ്റുക എന്ന് പറയണത്. അരക്കൈനൂലിൻ്റെ പിശകുണ്ട്. ആ ഇടത് വശത്ത് നിൽക്കുന്ന കക്ഷോട് എന്തൊക്കെയാ പറഞ്ഞു നോക്കി? ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിന് മുമ്പിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് മാറ്റും. എന്താ കാര്യം പറയുന്നുണ്ട്. എന്തെന്നാൽ എനിക്ക് വിശന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലും ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. രോഗികളെ സന്ദർശിക്കുക, ജയിലിൽ സന്ദർശിക്കുക, ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുക, വസ്തുവില്ലാത്ത ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. വസ്ത്രവും ഭക്ഷണം തന്നെ വേണമെന്ന് ഇപ്പം ഇല്ല. കേരളത്തിലാകുമ്പോൾ മിക്കവർക്കും തന്നെ വസ്ത്രവും ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഇല്ലായ്മ ഉള്ളവരുണ്ട്. പല വിഷയങ്ങൾക്ക് ഇല്ലായ്മ ഉള്ളവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്, വെള്ളമില്ലാത്തവരുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്തവരും വഴിയില്ലാത്തവർക്കും വഴി ചോദിക്കുമ്പോൾ ഞങ്ങൾ വഴി കൊടുക്കാറൊന്നും ബൈബിളെ പറഞ്ഞിട്ടില്ല. പൈസക്കണെങ്കിൽ ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. ഒന്ന് മോശമില്ല, വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതിയല്ലേ. വഴി കൊടുക്കുമ്പോൾ പൊള്ളും കയ്യേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇല്ലായ്മക്കാരനെ, നിന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് സഹായിക്കണമെന്നുള്ളതിൻ്റെ അർത്ഥം മൊത്തം അതാണ് സംഭവം. ഉടമ്പടി ഈ യാത്ര പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് തെസി ചേച്ചി പറഞ്ഞത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി ഒരുക്കുന്ന പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞു. ശരിയാണത്. എന്താ കാര്യം? അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ പിതാവിൻ്റെ പക്കലേക്കുള്ള വഴിയിൽ കർത്താവ് പറയുന്നുണ്ട് അവിടെ. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയിൽ
അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ പട്ടികയിലേക്ക് വരാൻ വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? പറഞ്ഞേ. എന്തെന്നാൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എൻ്റെ പൊന്നുമക്കളെ, ഈ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് ചെയ്യണതാണ്. മനസ്സിലായില്ലേ? രഹസ്യമല്ല. പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് മുറിയുന്ന പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഈ പരസ്നേഹ പ്രവർത്തികളിലൂടെയാണ്. പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പ്രഖ്യാപിക്കണം. ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ പരസ്നേഹ പ്രവർത്തികളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്നെ പരസ്നേഹ പ്രവർത്തികളിലെ വിശേഷവിധിയായി അഭിഷേകം ചെയ്യണം. വിശ്വാസം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ 10 മനുഷ്യരെ കണ്ട ഉടനെ ക്രിസ്തുവിനെ കൈമാറണമെന്നുള്ള ജ്വരം വേണം. 10 മനുഷ്യരെ കണ്ട അപ്പം തന്നെ വിശ്വാസം കൈമാറണം. കർത്താവിനെ കുറിച്ച് പറയണം. മനുഷ്യൻ്റെ കാര്യം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയണം. അതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് വിഷയമാണ്. ഇവിടുത്തെ എല്ലാവിധ എത്തേസ്റ്റുകളും അതുപോലെ തന്നെ സെക്കുലറിസ്റ്റുകൾ എന്താ പറയണത്? വിശ്വാസം പ്രൈവറ്റാണ്, അതൊക്കെ ഓരോരുത്തരും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അല്ല, ബൈബിൾ അതല്ല പറയണത്. അത് ലോകത്തിൻ്റെ വിശ്വാസം. സത്യവിശ്വാസം എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ളതാണ്. അല്ലാതെ നിനക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിന് ഏറ്റു പറയാത്തടത്തോളം കാലം നീ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല. അതാണ് വിഷയം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അതുപോലെ തന്നെ ഓരോ അവിടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുവേ, ഞാൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില പള്ളികളിലൊക്കെ കൃപാസന പത്രം ഏതെങ്കിലും മൂലക്ക് വെച്ചിരിക്കണ കാണാം. കണ്ട, അവിടെ ആ 1 താലന്തുള്ള കിട്ടിയ ആൾക്കാരുണ്ടേ, പള്ളിക്കൊണ്ട് വെക്കുന്ന പാർട്ടി അതാണ്. പറമ്പ് അടി വെച്ചിട്ട് വരും, മറച്ചു വെക്കും. അതാണ് ഇവിടെ 1 താലന്ത് കിട്ടിയ ആൾക്കാർ. മടിയനും തുട്ടനുമാണ്. ഈ ഉടമ്പടി എടുത്താലും മടിയനും തുട്ടനുമാണ് പത്രം കൊണ്ട് പള്ളിവാതിക്ക് വെച്ചും പോകുന്ന ആൾക്കാർ. ത്രേസ്യക്കുട്ടി എന്താ ചെയ്യണത്? അത്തരം പത്രങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്തിട്ട് അവർ വീടാന്തരം കൊണ്ടു നടന്ന് കൊടുക്കും. അതാണ് സുവിശേഷ വരെ. എന്താണ് അത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയിപ്പിക്കുകയാണ്. ഞാൻ വെഞ്ചരിച്ച വള്ളം ഒടിഞ്ഞു പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്, വള്ളം കല്ലുപറമ്പൻ ഈ UBC ബോട്ട് ക്ലബ്ബിലെ ചപ്പക്കുളം അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വള്ളം വെഞ്ചരിക്കാൻ പറഞ്ഞ്. ഞാൻ അവിടെ ഓടി വള്ളത്തിന് അവിടെ നാളെയാണെങ്കിൽ നാളെ ശനിയാഴ്ച കളിയെങ്കിൽ വെള്ളിയാഴ്ച പോയി വെള്ളം വെഞ്ചരിച്ച് 144 കാശ് രൂപ ഞാൻ എല്ലാവർക്കും തുറക്കാർക്കും എല്ലാം കൊടുത്തു. മാതാവിൻ്റെ കാശ് രൂപ. രാത്രി അവരെന്നെ വിളിച്ചു, അച്ഛാ ചതിച്ചാന്ന് പറഞ്ഞു. എന്താ ചതിച്ചെന്ന് പറഞ്ഞു? വള്ളം ഒടിഞ്ഞു പോയെന്ന്. അപ്പം ഞാൻ അന്ന് കൊച്ചച്ഛനാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. ഞാൻ പള്ളിത്തോട്ടി ഇരിക്കുകയാണ്. ഇവർ ആലപ്പുഴ, ഞാൻ ആലപ്പുഴ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. രാത്രി ആയപ്പോൾ വള്ളം ഇങ്ങനെ കുത്തി, സ്നേക്ക് ബോട്ടല്ലേ, വെള്ളത്തിലോട്ട് 110 നൻപ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ വെള്ളം ചാടും. വെള്ളം ചാടി വെള്ളം ചാടുമ്പോൾ പടയേന്ന് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്കും സങ്കടമായി. എൻ്റെ പൗരോഹിത്യത്തിന് ഏറ്റവും അടിയാണ്. കാര്യം വെച്ചാൽ എല്ലാ അക്രൈസ്തവരും എൻ്റെ അടുക്കുന്നത് ഇങ്ങനെയാണ് കാശുര്യം വാങ്ങിച്ചത്. ക്രൈസ്തവർ അതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അക്രൈസ്തവരായിരുന്നു കൂടുതൽ. അവരെല്ലാം ഇങ്ങനെ ആദരവോടെ മേടിച്ച്. എൻ്റെ സങ്കടം വള്ളം ഒടിഞ്ഞതല്ല എൻ്റെ സങ്കടം, ഈ പാവത്തിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിനെ നാണം കെടുത്തിയല്ല എന്നാണ്. എനിക്ക് കണ്ണ് നിറഞ്ഞു എൻ്റെ. അപ്പോൾ അവരുടെ മുമ്പിലേ കർത്താവിൻ്റെ ഞാൻ വെഞ്ചരിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയില്ല വട്ടം വെച്ച്. അപ്പോൾ ഞാൻ ബേബിച്ചൻ ഇപ്പോഴും കൃപാസനത്തിലുണ്ട്. ബേബിച്ചനാണ് എന്നെ വിളിച്ചത് തത്തമ്പള്ളിയിലാണ്. അപ്പോൾ ബേബിച്ചനോട് ഞാൻ ബേബിച്ച ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ബേബിച്ചൻ പറഞ്ഞ് കളക്ടറിൻ്റെ അത് 3 ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് നാളെ കളിക്കാൻ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാശും പോകും. ഇത്രയും നാൾ റിഹേഴ്സൽ ചെയ്ത കാശ് മൊത്തം പോകും. പിന്നെ ഇത് മുട്ട വരെ കൊടുത്തിട്ടിരിക്കല്ലോ വെള്ളം ഒഴുകാൻ വേണ്ടി, അതെല്ലാം പോയി. പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിബേറ്റ് വെക്കാൻ പോയിടന്ന്. അതായത് ഒരു തെങ്ങ് വെട്ടി പൊളന്നിട്ട് അറുത്തിട്ട് ഈ 2 വള്ളം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് 2 മുറിഞ്ഞ പൊട്ട് വീണ 2 കഷ്ണം കൂടി വെപ്പിച്ചിട്ട് അകത്ത് റിബേറ്റ് വെക്കുക, അകത്തും പുറത്ത് വന്നിട്ട് റിബേറ്റിട്ട് മുറുക്കും. അപ്പോൾ എന്ത് പറ്റും? 400 കിലോ കൂടി കൂടും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ 400 കിലോ കൂടുന്നതിന് മുമ്പ് തന്നെ 16 അടി കാരിച്ചാലിനേക്കാൾ താഴെയാണ് ഇവൻ നിൽക്കുന്നത്. അന്ന് കാരിച്ചാൽ പേര് കേട്ട വെള്ളമാണ്. അപ്പം റിയേഴ്സിന് തന്നെ എന്നിട്ടാണ് ഈ വെഞ്ചരിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോണത്. അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ എന്നിട്ട് തളർന്ന സ്വരത്തിൽ, സങ്കട സ്വരത്തിൽ അച്ഛൻ കളി കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ഒടിഞ്ഞ വള്ളത്തിൻ്റെ കളി എന്ത് കാണാൻ എനിക്ക്? പക്ഷേ എന്നിട്ട് ഞാൻ പോയി. അന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല. കാര്യം എനിക്ക് ഗ്യാസ് ഇങ്ങനെ മേലോട്ട് നിൽക്കുകയാണ്.
സങ്കടമല്ല, ഈ ആൾക്കാരുടെ മുഖത്തിലൊക്കെ നോക്കും. എന്നിട്ട് ഞാൻ പോയി അവിടെ ഐക്യ മാത്യു എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ടിരുത്തി, ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടിരുത്തി. അപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലോകം ഇട്ടുണ്ടാകുമ്പോൾ ഇരിക്കണം. എന്താ കാര്യം? ഞാൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ. ഇവിടെയാണ് വിഷയം. ഇത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്, അല്ല വിശ്വാസം ഒളിച്ചു കളിക്കാനുള്ളതല്ല. 3 ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ലോകം ഇട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ മുഴുവനുണ്ട്, ഫോട്ടോ എല്ലാം, ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആളാണ്. എന്ത് സംഭവിച്ചാൽ റെക്കോർഡ് ചെയ്യും. അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ വള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് റേഡിയോയാണ്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ആരവമാണ് സ്റ്റേഡിയത്തിൽ. അവിടെ ഹെലികോപ്റ്റർ വരുന്നു, ആളെ പൊക്കുന്നു, ആളെ താഴെ വീഴുന്നു, നേവിക്കാരുടെ കയ്യാങ്കളികൾ, ഇതൊന്നും എന്നെ ശ്രദ്ധപ്പെടുന്നില്ല. ഞാൻ കൊന്തം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിൽ. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് റേഡിയോയുടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയുടെ കമൻട്രി വന്നിട്ട് ഒരു 3 മിനിറ്റായിട്ടും ഞാൻ വെഞ്ചരിച്ച വള്ളത്തിൻ്റെ പേര് പറയണില്ല അവർ. അപ്പോൾ ഞാൻ ഓർത്ത് അത് കളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അത് കളിക്കില്ലായിരിക്കും, പോയായിരിക്കും, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ആ സമയത്ത് പേര് പറയാ. അപ്പോൾ എങ്കിലും എനിക്ക് തോന്നി അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാൻ പറഞ്ഞു, നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവിടെ ഞാൻ ഈ ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ മുട്ടേ നിന്ന് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉടനെ ചമ്പക്കുളത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി കർത്താവ് ലൈനിലായെന്ന്. പിന്നെ ഞാൻ നിന്നില്ല. അതായത് നമ്മളെൻ്റെ മക്കളെ നിങ്ങൾ ഇരുന്ന് ഈ ആട് പ്രസവിക്കണ പോലെ കിടന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, അതൊക്കെ എപ്പോഴും ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ ഓരോ പൊസിഷനുണ്ട്, അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. അല്ല പ്രാർത്ഥിച്ചാൽ പോരെ, എവിടെ ഇരുന്നാൽ എന്താ, ഭിത്തിയെ ചാരിയാൽ എന്താണ്, കിടന്നാൽ എന്താണ്, മലന്ന് കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്താ, അങ്ങനെയല്ല. ഇതിൻ്റെ പൊസിഷൻ എല്ലാം പ്രധാനപ്പെട്ടതാണ്. നീ മുട്ട നിൽക്കുമ്പോൾ അത് 10 മനുഷ്യരവിടെ ഉണ്ടെങ്കിൽ ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെട്ടാൽ പിന്നെ ദൈവം നിന്നെ ഓൺ ചെയ്യാൻ തുടങ്ങും. ഇതാണ് വിഷയം. നിന്നെ ഓൺ ഓൺ ചെയ്ത്. അപ്പോൾ എനിക്ക് മുട്ടയെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് വന്നപ്പോൾ ഈ ഒപ്പം കാരിച്ചാലും അതുപോലെ തന്നെ കല്ലുപറമ്പനും വേറെ 2-3 വള്ളങ്ങളും നെഹ്റു, അനാരിച്ചുണ്ടൻ, ഇതെല്ലാം ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വള്ളവും അത്ഭുതകരമായിട്ട് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പക്ഷേ പുറകിലാണെന്ന് എനിക്ക് അപ്പോൾ അടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി ഈ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിക്കണമെന്ന്. ഞാൻ ഉടനെ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിച്ചത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഒടിഞ്ഞ വള്ളത്തിനെ എടുത്ത് പൊക്കി അപ്പുറത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റായിട്ട്. അതുകൊണ്ട് തീർന്നില്ല. അപ്പം എനിക്ക് അഭ്യാസം മനസ്സിലായില്ലേ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന്. അത് പന്ത് കളിയാലും ശരി, പള്ളം കളിയാലും ശരി, എന്ത് കളിയാലും ശരി. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരീക്ഷയായാലും ശരി, പഠനമായാലും ശരി, നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം ആദ്യം. അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വേഷം, പുറത്ത് വരുമ്പോൾ വേറൊരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസം എന്ന് പറയണത് ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ്. അതിന് കുറച്ച് തുരിക്കടിയും വേണ്ടി വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറലാണ്. അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കുന്ന പരിപാടിയൊന്നുമല്ല. അത് കർത്താവിനെ യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്താണ്? എൻ്റെ കർത്താവ് മരിച്ചവനെന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന്. അതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് പ്രാർത്ഥന. അല്ലാത്ത പ്രാർത്ഥനയല്ല. കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്